പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 22 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജഡീസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. ചെറുകഥകൾക്ക് ബുക്കർ സമ്മാനം നേടിയ ബാനു മുസ്താഖ് ചരിത്രം കുറിച്ചു. ഗീത സമോട്ട എവറസ്റ്റ് കീഴടക്കിയ ആദ്യ CISF ഓഫീസർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മിസോറാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഉരുളക്കിഴങ്ങ് ഉൽപ്പാദക രാജ്യമാകാനുള്ള പാതയിലാണ് ഇന്ത്യ. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ബാനു മുസ്താഖ് സ്ക്രിപ്റ്റഡ് ഹിസ്റ്ററി വിന്നിംഗ് ദ ബുക്കർ പ്രൈസ് ഫോർ ഹർ ഷോർട്ട് സ്റ്റോറീസ്. ചെറുകഥകൾക്ക് ബുക്കർ സമ്മാനം നേടിയ ബാനു മുസ്താഖ് ചരിത്രം കുറിച്ചു. ഇന്റർനാഷണൽ ലെവലിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സമ്മാനമാണ് ബുക്കർ പ്രൈസ്. ഇത് പ്രഖ്യാപിച്ചു. ബുക്കർ പ്രൈസ് നേടിയ ബാനു മുസ്താഖ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചെറുകഥാ സമാഹാരത്തിന് 2025 ബുക്കർ സമ്മാനം നേടിയ ഇന്ത്യയിൽ നിന്നുള്ളയാൾ ബാനു മുസ്താഖ്. ബാനു മുസ്താഖിന് ചെറുകഥാ സമാഹാരത്തിന് 2025 ബുക്കർ സമ്മാനം ലഭിച്ചു. ഇത് ഇന്ത്യക്ക് തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. ദി കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്നതിലാണ് 2025 ബുക്കർ സമ്മാനം ബാനു മുസ്താഖിന് ലഭിച്ചിട്ടുള്ളത്. 2025 ബുക്കർ സമ്മാനം ജേതാവായ ബാനു മുസ്താഖിന്റെ കഥാസമാഹാരത്തിന്റെ പേര് ഹാർട്ട് ലാമ്പ്. ദ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്, അതിന് നൽകിയിട്ടുള്ളൊരു പേരാണ് ഹാർട്ട് ലാമ്പ്. ആ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസിനാണ് 2025 ബുക്കർ സമ്മാനം ബാനു മുസ്താഖിന് ലഭിച്ചിട്ടുള്ളത്. കന്നഡയിൽ എഴുതുന്നതിൽ അഭിമാനകരമായ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ബാനു മുസ്താഖ്. ബാനു മുസ്താഖ് എഴുതിയിട്ടുള്ള ആ സ്റ്റോറി കളക്ഷൻസ്, ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്, അത് കന്നഡയിലാണ്. ആദ്യത്തെ വ്യക്തിയാണ് ബാനു മുസ്താഖ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? VS നെയ്പോൾ. 1971 1971 VS നെയ്പോളിന് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യൻ. കന്നഡയിൽ പുസ്തകം എഴുതിയിട്ടുള്ള, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള വ്യക്തിയാണ് 2025 ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള ബാനു മുസ്താഖ്. ഹാർട്ട് ലാമ്പ് എന്ന സ്റ്റോറി കളക്ഷൻസിനാണ് ബാനു മുസ്താഖിന് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗീത സമോട്ട ദ ഫസ്റ്റ് CISF ഓഫീസർ ടു സമ്മിറ്റ് മൗണ്ട് എവറസ്റ്റ്. ഗീത സമോട്ട എവറസ്റ്റ് കീഴടക്കിയ ആദ്യ CISF ഓഫീസർ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലെ ദ ഫസ്റ്റ് ഓഫീസർ ആണ് ഗീത സമോട്ട. ഇത്തരത്തിലുള്ള, അതായത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ വ്യക്തി. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ CISF ഉദ്യോഗസ്ഥ ആരാണ്? ഗീത സമോട്ട. ദ ഫസ്റ്റ് CISF ഓഫീസർ. 8849 മീറ്റർ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള CISFിലെ ആദ്യത്തെ ഓഫീസർ ആയിട്ട് മാറി ഗീത സമോട്ട. CISF ഉദ്യോഗസ്ഥ ഗീത സമോട്ട എവറസ്റ്റ് കീഴടക്കിയത് ഏത് തീയതിയിലാണ്? 2025 മെയ് 19. ഇന്നിപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സമ്മിറ്റ് ആണ് എവറസ്റ്റ് കൊടുമുടി. 2025 മെയ് 19 ഗീത സമോട്ട, ദ ഫസ്റ്റ് CISF ഓഫീസർ, ഈ ഒരു നേട്ടം കരസ്ഥമാക്കുന്നത്. എവറസ്റ്റ് കീഴടക്കിയ CISF ഉദ്യോഗസ്ഥ ശ്രീമതി ഗീത സമോട്ട ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളയാളാണ്? സിക്കാർ ജില്ല, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഒരു ജില്ലയാണ് സിക്കാർ ജില്ല. ഈ ഒരു ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ് CIS ഓഫീസർ ആയിട്ടുള്ള ഗീത സമോട്ട. ഗീത സമോട്ടയാണ് ആദ്യത്തെ വ്യക്തി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന് ഈ ഒരു നേട്ടം കൈവരിക്കുന്ന വ്യക്തി. എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് ഗീത സമോട്ട ഏത് 3 കൊടുമുടികൾ കീഴടക്കി? ഓസ്ട്രേലിയയിലെ കോസിയോസ്കോ, റഷ്യയിലെ മൗണ്ട് എൽബ്രസ്, ടാൻസാനിയയിലെ മൗണ്ട് കിളിമാഞ്ചറോ എന്നീ 3 സമ്മിറ്റ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 3 കൊടുമുടികൾ കീഴടക്കിയിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം മെയ് 19 എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് CIS ഓഫീസർ ഗീത സമോട്ട. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മിസോറാം ബിക്കംസ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മിസോറാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനമാണ്. അതായത് മിസോറാം എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള പ്രഖ്യാപനം. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി മാറിയ സംസ്ഥാനം ഏതാണ്? മിസോറാം.
മിസോറാമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനം. 2024 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു മിസോറാം, 98.2%. തൊട്ടുപിറകെ ലക്ഷദ്വീപ്, 3-ാം സ്ഥാനത്ത് നാഗാലാൻഡ്, 4-ാം സ്ഥാനത്ത് കേരള. അത് കഴിഞ്ഞാൽ മേഘാലയ, ത്രിപുര, ചണ്ഡീഗഡ്, ഗോവ, പുതുശ്ശേരി, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങൾ. ഈ എല്ലാ സംസ്ഥാനങ്ങളും 90% എബോവ് ആണ് ലിറ്ററസി റേറ്റിൽ, അതായത് സാക്ഷരത റേറ്റിൽ. ഇതിൽ ഏറ്റവും ടോപ്പ് ലെവൽ മിസോറാം ആയിരുന്നു 2024 കണക്കനുസരിച്ച്. ഇന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് 100% ലിറ്ററസി എന്ന രീതിയിൽ എത്തിയിട്ടുള്ള സംസ്ഥാനമാണ് മിസോറാം. 2025 മെയ് 21 മിസോറാം 100% സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയെന്ന് ആരാണ് പ്രഖ്യാപിച്ചത്? മുഖ്യമന്ത്രി ലാൽ ദുഹോമ. മിസോറാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആണ് ലാൽ ദുഹോമ. അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. അതായത് മെയ് 21 മിസോറാം പൂർണ്ണമായിട്ടും 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ഈസ് ഓൺ ട്രാക്ക് ടു ബിക്കം ദ വേൾഡ് ടോപ്പ് പൊട്ടാറ്റോ പ്രൊഡ്യൂസർ. ലോകത്തിലെ ഏറ്റവും മികച്ച ഉരുളക്കിഴങ്ങ് ഉൽപ്പാദക രാജ്യമാകാനുള്ള പാതയിലാണ് ഇന്ത്യ. ഇന്നിപ്പോൾ ഇന്ത്യ ലോകത്തെ 2ാമത്തെ രാജ്യമാണ് ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഏതു വർഷത്തോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ഉരുളക്കിഴങ്ങ് ഉൽപ്പാദക രാജ്യമായി മാറും? 2050. ഇന്ത്യ ഒരു ടാർഗറ്റ് വച്ചിരിക്കുകയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാറുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ടാർഗറ്റ്. 2050 ഇന്ത്യ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് ചൈനയാണ്. തൊട്ടുപിറകെയാണ് ഇന്ത്യ. ഇന്ത്യയാണ് 2050 ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ചൈന, ഇന്ത്യ, ഉക്രൈൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ എന്നിങ്ങനെ പോകുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ. 2025 ആകുമ്പോഴേക്കും ഇന്ത്യ എത്ര ദശലക്ഷം ടൺ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനം ലക്ഷ്യമിടുന്നു? 100 മില്യൺ ടൺസ്. 100 ദശലക്ഷം ടൺ ആണ് ഇന്ത്യയുടെ ലക്ഷ്യം. 2050 ആകുമ്പോഴേക്കും ഇന്ത്യ എത്ര ദശലക്ഷം ടൺ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനം ലക്ഷ്യമിടുന്നു? 100 ദശലക്ഷം ടൺ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ മോദി ടു ഇനോഗ്രേറ്റ് 103 റിവാംഡ് അമൃത് ഭാരത് സ്റ്റേഷൻ. നവീകരിച്ച 103 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്ന് 22 ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 103 അമൃത് ഭാരത് സ്റ്റേഷൻസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 22 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര അമൃത് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യും? 103 അമൃത് സ്റ്റേഷനുകൾ. ഇന്ന് മെയ് 22 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 103 അമൃത് സ്റ്റേഷനുകൾ ആണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നവീകരിച്ച അമൃത് സ്റ്റേഷനുകൾ ഏത് സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ കംഫർട്ട് സ്റ്റേഷൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ കംഫർട്ട് സ്റ്റേഷൻ. ഇതിനെ ഇനിയിപ്പോൾ അമൃത് സ്റ്റേഷൻസ് എന്ന രീതിയിലേക്ക് മാറ്റുന്നത്. ഇതനുസരിച്ച് 103 അമൃത് സ്റ്റേഷനുകൾ ആണ് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. 2025 മെയ് 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുനർനിർമ്മിച്ച അമൃത് സ്റ്റേഷനുകൾ എവിടെ നിന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ബിക്കാനീർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ബിക്കാനീർ. ബിക്കാനീറിൽ വെച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി 103 അമൃത് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. 2025 മെയ് 22 എത്ര ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമായി 103 അമൃത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും? 18 സംസ്ഥാനങ്ങളിലായി 86 ജില്ലകൾ. ഇന്നിപ്പോൾ 103 അമൃത് സ്റ്റേഷനുകൾ ഇത് 18 സംസ്ഥാനങ്ങളിൽ, 18 സ്റ്റേറ്റ്സിൽ, 86 ഡിസ്ട്രിക്റ്റിലായിട്ടുള്ള 103 അമൃത് സ്റ്റേഷനുകൾ ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, പാകിസ്ഥാൻ പ്രൊമോട്ട്സ് ആർമി ചീഫ് അസീം മുനീർ ടു ഫീൽഡ് മാർഷൽ. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകി.
പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് പാകിസ്ഥാൻ ചീഫ് അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ എന്നൊരു സ്ഥാനം നൽകിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫീൽഡ് മാർഷൽ അയൂബ് ഖാന് ശേഷം പാകിസ്ഥാൻ ചരിത്രത്തിൽ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ആരെയാണ്? പാകിസ്ഥാൻ ആർമിയുടെ ആർമി സ്റ്റാഫ് മേധാവി ജനറൽ അസീം മുനീർ. വളരെ അപൂർവമായിട്ട് നൽകുന്ന ഒരു പദവിയാണ് ഫീൽഡ് മാർഷൽ. അതായത് ഡിഫൻസിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന വ്യക്തിയാണ് ചീഫ്. ആർമിയിലെ ചീഫ്, എയർഫോഴ്സ്, നേവി, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ മാത്രമേ വരുന്ന ഒരു പദവി ആണ് ഫീൽഡ് മാർഷൽ. ഇന്ത്യയിലാകെ ഇപ്പോൾ 2 ഫീൽഡ് മാർഷൽസ് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നൽകിയിട്ടുള്ള ഒരു പദവിയാണ് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ എന്ന പദവി. ഇതിനു മുമ്പ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ മാത്രമായിരുന്നു പാകിസ്ഥാനിലെ ഒരേ ഒരു ഫീൽഡ് മാർഷൽ. 1958 മുതൽ 1969 വരെ പാകിസ്ഥാൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച പാകിസ്ഥാന്റെ ആദ്യത്തെ ഫീൽഡ് മാർഷലിന്റെ പേര് മുഹമ്മദ് അയൂബ് ഖാൻ. മുഹമ്മദ് അയൂബ് ഖാൻ എന്ന ഒരു ചീഫിന് മാത്രമേ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ എന്ന പദവി നൽകിയിട്ടുള്ളൂ. 1958 to 1969 ഈ ഒരു സമയത്ത് പാകിസ്ഥാന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ വ്യക്തിയാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ എന്ന പദവി നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആരായിരുന്നു? ഫീൽഡ് മാർഷൽ സാം മനേക്ഷ. 1973 1973 ആർമി ചീഫ് ആയിട്ടുള്ള സാം മനേക്ഷയെ ഫീൽഡ് മാർഷൽ എന്ന പദവി നൽകി ആദരിച്ചിട്ടുള്ളത്. 1971 വാറിന് ശേഷം 1973 ഫീൽഡ് മാർഷൽ എന്ന പദവി ഫീൽഡ് മാർഷൽ സാം മനേക്ഷ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? പിന്നീട് ഫീൽഡ് മാർഷൽ പദവി അദ്ദേഹത്തിന് ലഭിച്ചു. കൊടേന്ദ്ര എം കരിയപ്പ. KM കരിയപ്പ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അദ്ദേഹത്തിനാണ് 1986 1986 ജനുവരി 15 ഫീൽഡ് മാർഷൽ എന്ന പദവി നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലാകെ 2 പേർക്ക് മാത്രമേ ഈ ഒരു പദവി ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് സാം മനേക്ഷ, മറ്റൊന്ന് KM കരിയപ്പ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ലേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.